ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മണക്കടവിൽ ആനയും 101 പേരുമായിട്ടൊരു വടംവലി മത്സരം നടന്നു. മത്സരം കാണാൻ ഞാനും പോയിരുന്നു. അന്ന് സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ ആന ഇങ്ങനെ കുറച്ച് സമയം ടൈറ്റ് ചെയ്ത് പിടിക്കും, എന്നിട്ട് ആന ഇങ്ങനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഈ 101 പേരും മറിഞ്ഞു വീഴും. പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു. അങ്ങനെ മത്സരം ആരാണ് വിജയം എന്ന് തീരുമാനിക്കാനാവാതെ കടന്നു പോവുകയത്. കാരണം കുറച്ച് സമയം ആന ടൈറ്റ് ചെയ്യുമ്പോൾ പിന്നെ വിട്ടുകൊടുക്കും. ഇതിനകത്ത് വലിയൊരു ആത്മീയ പാഠമുണ്ട്. പാഠം ഇതാണ്: വിട്ടുകൊടുക്കുന്നവൻ എപ്പോഴും വീഴാൻ നിൽക്കുന്നു എന്നുള്ളപ്പോൾ ഒരു ചിന്ത ഇതിനകത്ത് ഒളിഞ്ഞു നിൽപ്പുണ്ട്. വിട്ടുകൊടുക്കുന്ന ആന വീഴുന്നില്ല, എന്നാൽ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്ന ജനം ഈ 101 പേരും മറിഞ്ഞു വീഴാനിടയായി. വിട്ടുകൊടുക്കുന്നവൻ വീഴുന്നില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ചിന്ത നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യാൻ കാരണം എന്താ? പിശാചോട് പറഞ്ഞു, ഇതിനെന്ന പക്ഷെ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാകാനുള്ള ആഗ്രഹമായിരുന്നു പാപത്തിലേക്ക് അവർക്ക് വഴിതെളിച്ചതെങ്കിൽ ദൈവവിധ മനുഷ്യനെ നമ്മുടെ ഇടയിലേക്ക് വന്നു. നമുക്കും എളിമയോടെ വിട്ടുകൊടുത്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, തോറ്റുകൊടുത്തുകൊണ്ട് ഈശോയുടെ മാതൃക പിന്തുടരുന്നവരാകാൻ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.